ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശ്രീമാൻ കമാൽ കടമ്പോട്ടിൻ്റെ മുന്തിരി വീട്ടിലെ വിശേഷങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത്. ഒട്ടനവധി ഫലവൃക്ഷങ്ങളുള്ള ഇവിടുത്തെ ഫലവൃക്ഷങ്ങളിൽ ഒരു ചെറിയ ഭാഗങ്ങൾ മാത്രമേ കഴിഞ്ഞ ആഴ്ച കാണിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ ബാക്കി ഈ ആഴ്ചയിൽ നമുക്ക് കാണാം. ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റ്സിൽ പെട്ടാണ്. ഒരു 10-30 മെഡിസിനൽ പ്ലാന്റ്സുകളുണ്ട്. അതിൽപ്പെട്ട ആയുർവേദിക് ഇതിലെ ഈ അദ്വൈതപരമായിട്ട്, അതായത് എന്താ പറയാ, ആധ്യാത്മികമായിട്ടും പ്രാധാന്യം. ഒരു പെയിൻ കില്ലർ എന്ന് പറയാൻ ശരിക്കും ആയുർവേദത്തിലെ ഒരു പെയിൻ കില്ലറാണ്. ഇത് അത്തി, അറേബ്യൻ അത്തി. അല്ല, അത് വ്യത്യാസമാണ്. ഇത് അറേബ്യൻ അത്തിയാണ്. അതിന്റെ അല്ലേ ഇതും കൂടെ വ്യത്യാസമുണ്ട്. ഇതാണ് അതിന്റെ പഴങ്ങള്. ഇത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റാവുന്ന പഴമാണ്. ഇതാണ് മറ്റേ ഫിഗ് എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്ത് ഡ്രൈ ഫുഡ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുമല്ലോ മാർക്കറ്റിൽ കിട്ടുന്ന. അതെ അതെ, ഈ അത്തിയാണ്. അത് ഖുർആനിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന 2 പഴങ്ങൾ, ബൈബിളിലും പറയുന്ന 2 പഴങ്ങൾ. ദൈവം ഒരു മരത്തെ പിടിച്ച് സത്യം ചെയ്യുന്നത്. അതെ അതെ, ഇതാണ് അതിന്റെ പഴം. ദൈവം ഒരു മരത്തിന്, ഒരു പഴത്തിനെ പിടിച്ച് ഒറ്റയിൽ സത്യം ചെയ്യുന്നുള്ളൂ. അത്തിപ്പഴത്തിനെ തൊട്ടാണ് ഖുർആനില് ഒരു സത്യം ചെയ്യുന്നത്. അത്തിപ്പഴത്തിനെ മരത്തിനെ കൊണ്ട് സത്യം എന്നാണ്. അപ്പൊ ആ പഴമാണിത്. ഇത് പൊട്ടി, ഇതാണ് ചുമ്മാ തിന്നാവുന്നതാ. ചുമ്മാ തിന്നാ കഴിക്കാം. നല്ല സോഫ്റ്റ് ആണ്. അത് പൊളിച്ചു കഴിഞ്ഞാല് സ്വീറ്റ്. ഇതാണ് അതാണ്. ചാമ്പയാണ്. പല ഒരു 6-7 വെറൈറ്റി ചാമ്പയുണ്ട്. അതിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇത് നല്ല ഹാർഡാണ്. വലിയ പഴമാണ്. സീതപ്പഴം, കസ്റ്റേർഡ് ആപ്പിൾ. ഇതല്ലേ എൻ്റെ പഴം? അതെ അതെ, നല്ല സ്വീറ്റാണ്. ഇത് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും പ്രത്യേകത ഓർഗാനിക് ആണല്ലോ. അത് നല്ല ഇത് പഴുത്ത് കിട്ടുമ്പോൾ നല്ല ഇതാണ്. ശരിക്കും പാകമായി പഴുത്ത് നമുക്ക് പറിച്ചെടുക്കാമല്ലോ. മേടിക്കുന്നതൊക്കെ വിളയാത്തതൊക്കെ ഇത് പാകമായിട്ടുണ്ട്. നാളേക്ക് പഴുക്കും. മറ്റു ദിവസം കൊണ്ട് തന്നെ പഴുത്ത് കിട്ടും.
ഇതെന്ത് സാധനമാണ് ഈ കാച്ചിലിന്റെ ഇല പോലത്തെ? ഇതാണ് അടതാപ്പ് എന്ന് പറയും. ഉരുളക്കിഴങ്ങ് മുകൾ വശത്ത് കായ്ക്കുന്ന, തണ്ടിൽ കായ്ക്കുന്ന ഉരുളക്കിഴങ്ങാണത്. ഉരുളക്കിഴങ്ങാണ്, തണ്ടിലാണ് ഉണ്ടാവുന്നത്. അത് അതിന്റെ ചെടികളാണ്. ഈ എത്ര കാലം കഴിയുമ്പോഴാണ് കായ ഉണ്ടാവും? 6 മാസത്തിനുള്ളിൽ കായ വരും. വിത്ത് ഒഴിച്ചിട്ട് 6 മാസത്തിനുള്ളിൽ കായ വരും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ തണ്ടില് വരിയായിട്ട് ഇങ്ങനെ കായ്ച്ചു കിടക്കും. അപ്പൊ താഴെ മണ്ണില് ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണിത്. കാരണം മണ്ണിന്റെ അടിയിൽ കായ്ക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ഷുഗർ പേഷ്യൻസിന് കഴിക്കരുതാണ്. ഇത് മുകളിൽ കായ്ക്കുന്നതാണ്. പിന്നെ ഇതിന്റെ തണ്ടിനൊരു പ്രത്യേകത ഉള്ളത്, ഇതിന്റെ തണ്ട് ആന്റി ക്ലോക്ക് വൈസ് ചുറ്റുള്ളൂ. പള്ളി ചുറ്റുള്ളത്. അത് മറ്റു ചെടികളെല്ലാം തിരിച്ച ചിറ്റ, ക്ലോക്ക് വൈസിലെ ചിറ്റ. ഇത് നാരകം. അല്ല, ചെറുനാരകത്തിന്റെ ഉപയോഗം നടക്കും, അച്ചാറിടാൻ നടക്കും. ഒടിച്ചൂത്തി എന്ന് പറയും, മുള്ളുണ്ടായിട്ട്, നല്ല മുള്ളുണ്ട്. അത് കൊലകൊലയായിട്ടുണ്ട്. ഒരു കൊലയില് ഒരു 4-5 കായ വെച്ചൊരു കൊല. ഇത് സ്ട്രോബെറി പേര. സ്ട്രോബെറി പഴുത്ത പോലെ ഇരിക്കും, ചെറിയ മുള്ളു. സ്ട്രോബെറി പേരയാണത്. ഇതും വളരെ മെഡിസിനൽ എഫക്റ്റ് ഉള്ളതാണ്. മണിത്തക്കാളി. മണിത്തക്കാളി വളരെ ഇതിന്റെ മണിത്തക്കാളി. ഇത് സാധനം അൾസറിന്റെ അസുഖത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഇലയോ കായോ ഒരു 15 ദിവസം കഴിച്ചാൽ അൾസർ പൂർണ്ണമായിട്ട് മാറും. ആദിവാസികളുടെ ഇടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് വെൽവെറ്റ് ആപ്പിൾ. ആപ്പിൾ ഇത് തണുപ്പ് പ്രദേശത്ത് മാത്രം കാണുന്നതാണ്, കാഴ്ച വരുന്നതാണ്. ഇവിടെ നാട്ടിലെങ്ങും കണ്ടതായിട്ട് ഇതില്ല. ആപ്പിള് പോലെ വെൽവെറ്റ്. അതിന്റെ മുകളിൽ ആപ്പിളിന്റെ മുകളിൽ വെൽവെറ്റ് ഒരു കോട്ടിങ് ഉണ്ട്. ഇത് വയലറ്റ് പേര. വലുതാവുന്നതാണ്. ഇതിപ്പോ ഉള്ളു വയലറ്റ് കളർ. ഇത് ചെറിയതരം പാവല്, മണിപ്പാവൽ എന്ന് പറയും. മണിപ്പാവല്. മണിപ്പാവല് തന്നെ സാധാരണ പാവലിന്റെ അതേ ഇത് തന്നെ. നല്ല സ്വീറ്റ് കുരുവിളൊക്കെ പാവല് തന്നെ. കറി വെക്കാവുന്ന.
നല്ല വലിയ പേരൊക്കെയാണ്. ഇത് ബംഗാളി പേര. ബംഗാളി പേര. ഉള്ളി റെഡ് ആണ് അത്. അത് ശരി. ഓ അത് ശരി. നല്ല റെഡ് കളറാണ്. ഇതോ? ഇത് മധുരമുള്ള അമ്പഴം. അത് ശരി. അമ്പഴം ഇത് ചെറുതിലെ തന്നെ പുളിയില്ല, മധുരമാണ്. ഇപ്പൊ പഴുത്ത് കഴിഞ്ഞാൽ ശരിക്കും മാങ്ങ ഒക്കെ ചെത്തി കഴിക്കുന്ന പോലെ ചെത്തി കഴിക്കാം. ഇത് സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് സ്റ്റാർ ഫ്രൂട്ട് ഇത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്താല് ശരിക്കും സ്റ്റാർ പോലെ തന്നെ സ്റ്റാർ സെക്ഷൻ, ക്രോസ് സെക്ഷൻ സ്റ്റാർ പോലെ. ഇതിനെന്തെങ്കിലും മെഡിസിനൽ വാല്യൂ ഉണ്ടോ? ഉണ്ട്. കൊളസ്ട്രോളിന് വളരെ അനുഭവമുള്ള സാധനമാണ്. കൊളസ്ട്രോൾ വളരെ കുറക്കും സ്റ്റാർ ഫ്രൂട്ട്. ഇത് ലിച്ചി. പൊതുവെ നമ്മുടെ നാട്ടിൽ കായ്ക്കാറില്ല. കായ്ച്ച ഞാൻ എൻ്റെ അറിവിൽ വയനാട് ഭാഗത്തൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഇവിടെ കാവല് കുറവാണ്. പക്ഷെ എന്നാലും പരീക്ഷിച്ച് നോക്കുന്നു. എന്റെ ഓൾ സീസൺ ലിച്ചി തൈ കിട്ടിയിട്ടുണ്ട് എൻ്റെ. ഇതിപ്പോ ഏതായാലും അത് കായ്ച്ചതിന് ശേഷം ഇതിനെ നോക്കാന്ന് കരുതി. ഇതിപ്പോ നമ്മൾ അപ്പുറത്ത് കണ്ട സ്റ്റാർ ഫ്രൂട്ട് അതിന്റെ വേറൊരു ഇനമാണ്. ഇത് പച്ചക്ക് പുളിയില്ല. പുളിയില്ലാതെ നമുക്ക് ഇത് ഓൾ സീസൺ ആണ്. ഏത് സീസണിലും ഉണ്ടാവും. ഇതും കൊളസ്ട്രോൾ കുറക്കുന്ന സാധനം. ഇതാണോ സായിപ്പന്മാരെ ബ്രേക്ക്ഫാസ്റ്റിൽ? അതെ. അതുകൊണ്ടാണ് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇതിന് നമ്മളെ ഫ്രൂട്ട്സിനേക്കാൾ 10 ഇരട്ടി വിലയാണ്. മിഡിൽ ഈസ്റ്റ് ദുബായിലൊക്കെ ഇതിന് 70 ദിർഹമാണ് ഒരു കിലോന്റെ വില. നമ്മുടെ ഇവിടെ എല്ലാ പറമ്പിലും ഒരെണ്ണം വെച്ചു. ഏത് സീസണിൽ കായ്ക്കുന്നതാണ്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഒരു ആവശ്യമില്ല. എന്റെ അനുഭവത്തിൽ ഞങ്ങൾ വളരെ വ്യത്യാസം വന്ന സാധനമുണ്ട്. ഇതിന് ഞാനൊന്ന് പൊട്ടിച്ചു വരണം നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ഇതിന് മധുരം, ഇതിന് പുളി ഉണ്ടോന്നുള്ള. ഇതെന്താണ് ഈ മരം? ഇത് ലാങ്സെറ്റ്. ഫ്രൂട്ടാണ്. അതെ. അപ്പൊ അത് കായ്ച്ചിട്ടുണ്ട്. ഇത് നമ്മളെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട്, ലാങ്സെറ്റ് മറ്റേ ആ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. ഇത് ആകാശവെള്ളരി. ഇത് വെജിറ്റബിളും ഫ്രൂട്ടുമാണ്. അതെ. അതായത് ഇത് പഴുത്താല് ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം, പച്ചയില് സലാഡ് ആയിട്ട് ഉപയോഗിക്കാം, മറ്റേ പച്ചക്കറി ആയിട്ട് ഉപയോഗിക്കാം. ഇതിനാണോ ഈ പപ്പായ പാഷൻ ഫ്രൂട്ട്? അതെ. പപ്പായ പാഷൻ ഫ്രൂട്ട് ഇതിലാണ് അല്ലേ? ഇത് ചാലക്കുടി പുഴയല്ലേ? ചാലക്കുടി പുഴയാണ്. നമ്മുടെ വീടിന്റെ ഇത് ഏകദേശം കിഴക്ക്. ഇത് പടിഞ്ഞാറ്. ഈ ചാലക്കുടി പുഴ ഇപ്പൊ വേനൽക്കാലമല്ലേ? അതെ. ഇത് മഴക്കാലം വെള്ളപ്പൊക്കമാകുമ്പോ വെള്ളം ഇതുവരെ നമ്മൾ നിൽക്കുന്ന വെള്ളത്തിലാവും. ഗംഭീരായിരിക്കും. പക്ഷെ ചാലക്കുടി പുഴക്കുള്ള പ്രത്യേകത എന്നും ഈ വെള്ളം ഈ ലെവലിൽ കിട്ടും. ഇല്ല, കുറുമശ്ശി അവിടെ തടയണയുണ്ട്, പാലത്തിന് തടയണ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഉപ്പുവെള്ളം ഇങ്ങോട്ട് കേറൂല. ഈ ലെവലിൽ ഈ വെള്ളം എന്നുണ്ടാവും. നമുക്ക് നനയ്ക്കാനൊക്കെ വെള്ളം ഇഷ്ടംപോലെ കിട്ടും. ഇവിടെ ഒരുപാട് മരമൊക്കെ ഉണ്ടല്ലോ. ഇത് ഈ ഭാഗത്തെല്ലാം മെഡിസിനൽ പ്ലാന്റ്സുകളാണ് വെച്ചിരിക്കുന്നത്. ചന്ദനമുണ്ട്. ചന്ദനം, രക്തചന്ദനം, ആല്, എലിഞ്ഞ്, ഞാവല്, അശോകം, അങ്ങനെയുള്ള എല്ലാ മെഡിസിനൽ പ്ലാന്റ്സുകളും എല്ലാം ഈ വശത്താണ്. നല്ല ഫ്രഷ് എയർ, പ്രത്യേകിച്ച് ഈ മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഓക്സിജനൊക്കെ ധാരാളം ഉണ്ട്. 2 മണിക്ക് ശേഷം അവിടുന്ന് പടിഞ്ഞാറുന്ന് കാറ്റിങ്ങോട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് മെഡിസിനൽ പ്ലാന്റ്സുകളൊക്കെ ഇത് വെച്ചത്. അത് ശരി. ഈ സമയം അവിടെ നിന്ന് കാറ്റുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല
നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. അപ്പുറത്ത് കാടാണോ? അല്ലല്ല, അത് അപ്പുറത്തെ വീടുകളാണ്. വീടുകളാണ്. കടവ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് മാത്രം. അവിടെ ഒന്നും കടവ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അത് ഈ പുഴയുടെ സൈഡിലൊക്കെ മരം വളർന്ന് കാട് പോലെ നിൽക്കുകയാണ്. ഇത് വൈഫ്, ഞങ്ങൾ രണ്ടാളും കൂടി കൃഷികളെല്ലാം നോക്കുന്നത്. ഞാൻ എന്റെ അവസാനിച്ച് പുള്ളിക്കാരത്തി തന്നെ ഇതെല്ലാം നോക്കുന്നത്, കൃഷിയെല്ലാം. കുട്ടികള് ഒരാള് മകൻ കല്യാണം കഴിച്ചു, ഭാര്യ ഒരു ഖത്തറിലാണ്. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും അമ്മയുണ്ട്. ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിന്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.